വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കാട്ടാനകൾ കൂട്ടത്തോടെ വീടുകളിലേക്ക്, ജനകീയ പ്രതിഷേധവുമായി നാട്ടുകാർ. കാട്ടാനകൾ കൂട്ടത്തോടെ വീടുകളിലേക്ക് എത്തിയത് സർവകക്ഷി ജനകീയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഏഴാട്ടുമുഖം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏഴാറ്റുമുഖം മേഖല ഒന്ന് ടൂറിസം മേഖലയാണെങ്കിൽ പോലും ഇവിടെ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർത്ത് ഇത്രയും കൃഷി മേഖലകളായി നിൽക്കുന്ന ഈ മേഖലയിൽ ആനയുടെ ശല്യത്തിന് ഏറ്റവും ഉത്തരവാദികളായിട്ടുള്ള ഇവിടുത്തെ റേഞ്ചർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും ഒരു കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലേക്കാണ് അവർ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയോ ദിവസങ്ങളായി ആന ഇവിടെ വന്ന് ഇതേപോലെ ശല്യം ചെയ്തിട്ട് പോലും അതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ചെന്ന് അവരോട് സംസാരിച്ചാൽ പോലും അവരിതൊന്നും മുഖവിലക്കെടുക്കാത്ത രീതിയിൽ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വരെ ഇവിടെ എത്രയോ കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ട് പോലും ആന നശിപ്പിച്ചിട്ട് പോലും ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവുന്നില്ല. രാവിലെ 10 ഏഴാറ്റുമുഖം പള്ളിപ്പടി ജംഗ്ഷനിൽ നിന്ന് പ്രതിഷേധം ആരംഭിക്കും. തുടർന്ന് റേഞ്ച് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണാ സമരത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ മത സാംസ്കാരിക പ്രവർത്തകരും അഭിസംബോധന ചെയ്യുമെന്ന് ഭാരവാഹികളായ ജോഡി മൈപ്പാൻ, KP പോളി എന്നിവർ പറഞ്ഞു. കറുകുറ്റി പഞ്ചായത്തിൻ്റെ 7-ാം വാർഡ് ഏഴാറ്റുമുഖം പ്രദേശം ഏതാണ്ട് 4 വർഷത്തോളമായി ജനങ്ങൾ കാട്ടുമൃഗങ്ങളെ പേടിച്ച്, പ്രത്യേകിച്ച് ആന, പന്നി പേടിച്ച് ആണ് ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഒരു കാര്യത്തിൽ ഇടപെടാതെ നബാർഡിൻ്റെ ഫണ്ട് 13 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് 3.5 വർഷക്കാലമായി ജനങ്ങളെ പറ്റിച്ചിട്ടിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ഒരു ഫണ്ട് വെച്ച് ഫെൻസിങ്ങിന് വേണ്ടി ചെയ്തിട്ട് അതുവരെ ഒരു കമ്പി വലിച്ചു കെട്ടാത്ത രീതിയിൽ തന്നെ ആ ഫണ്ട് ലാപ്സാക്കി കളയൊക്കെ ചെയ്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഈ വാർഡിനകത്ത് ജനങ്ങൾ വർഷങ്ങളായി മാതാപിതാക്കൾ കൈമാറി തന്ന ഭൂമിയിലിരിക്കുന്ന തെങ്ങ്, അടയ്ക്കാമരം, ജാതി എല്ലാം അടക്കം, വാഴ അടക്കമുള്ള സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വളരെയധികം, പ്രത്യേകിച്ച് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഇത് ഉപജീവന മാർഗമായി കണ്ട് പലരും ഇത് ചെയ്തു പോകുന്നുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തി നേരം വെളുക്കുമ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ വളരെ ഭീതിയോടെ തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥരടക്കം സമീപിക്കുമ്പോൾ നാളെ ആവും, മറ്റന്നാവും, 3-4 വർഷക്കാലമായി ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.